സബ്ജക്റ്റ് ഇനീഷ്യലി എഴുതിയ സമയത്ത് അല്ലെങ്കിൽ മാധവ് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഇന്റർവ്യൂ ക്യാപ്റ്റൻ അപ്പോൾ തന്നെ അച്ഛനാണ് ഇതിൽ അഭിനയിക്കുന്നതെന്ന് അറിയാമായിരുന്നോ? അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് പറയാം. ഫസ്റ്റ് എനിക്ക് ഈ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നത് ഇതിന്റെ ഡയറക്ടർ പ്രവീൺ നാരായണനും കൂടെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്ത ജയവിഷ്ണു ചേട്ടനുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എനിക്ക് സ്ക്രിപ്റ്റ് കൊണ്ടുവരുന്നത് വായിക്കാനായിട്ട്. ദിസ് വാസ് അറൌണ്ട് ജൂൺ 2022. At this point, Achan was already on board. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് പീസ് ഇൻ ടേംസ് ഓഫ് ദ കാസ്റ്റ്, സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരിൽ ഫസ്റ്റ് പീസ് എന്ന് പറയുന്നത് അനുപമയാണ്. Everything was built around Anupama. And I think according to our commercial value statistics, ഒരു സൂപ്പർസ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആഡ് ഓൺ ആയിരുന്നു അച്ഛൻ. And I think he's the most apt for that character. വക്കീൽ വേഷം ചെയ്യാൻ മലയാള സിനിമയിൽ ഇന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് അച്ഛൻ തന്നെയായിരുന്നു. ആ ഒരു റേഞ്ചിൽ if you want to ask me who's the second option, definitely Rajavedan Prithviraj, right? This is a character made for them. Okay. More for Achan from a cinematic point of view. ഓൾറെഡി എയറിൽ നിൽക്കുന്ന പിതാവിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് ശ്രമിക്കുന്ന ഈ പൊന്നുമോൻ, ഈ മോൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഇപ്പോൾ നമുക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നടൻ പോലീസ് വേഷങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള നടനാണ് മലയാളത്തിൽ എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. അത് മലയാളികളുടെ ഒരു വികാരമാണ്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഒരു ആംബിയർ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലപ്പൊക്കം കൊണ്ടോ ഒക്കെ നമ്മളെ ശീലിച്ചിട്ടുള്ളൊരു സാധനമാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ പോലീസ് വേഷം. അത് നമ്മൾ അംഗീകരിക്കുന്നു. മലയാളത്തിൽ ആര് പോലീസ് വേഷം ഇട്ട് കഴിഞ്ഞാലും നമുക്ക് സുരേഷ് ഗോപിയുടെ ആ ഒരു ഫീൽ കിട്ടാറില്ല. അത് ഇനിയിപ്പോൾ പൃഥ്വിരാജ് കട്ട ഫിറ്റിൽ വന്നിട്ട് കഴിഞ്ഞാൽ പോലും നമ്മൾ സുരേഷ് ഗോപിയുടെ ഒരു സാധനം കിട്ടിയില്ല. കാരണം മലയാളികളുടെ ഒരു വികാരമാണ്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ വക്കീൽ വേഷത്തിൻ്റെ കാര്യത്തിൽ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് സുരേഷ് ഗോപിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിച്ച് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി സുരേഷ് ഗോപി കഴിഞ്ഞ് രണ്ടാമതുള്ളത് പിന്നെ നമ്മുടെ പൃഥ്വിരാജാണത്രേ. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വക്കീൽ വേഷം എന്ന് പറഞ്ഞാൽ അത് മമ്മൂക്ക, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും എന്നുള്ളത്. ലാലേട്ടനെ പിന്നെ നമ്മൾ വക്കീൽ വേഷത്തിലോ അല്ലെങ്കിൽ പോലീസ് വേഷത്തിലോ അങ്ങനെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളായിട്ടൊന്നും പലപ്പോഴും കണക്കാക്കാറില്ല. പോട്ടെ, പക്ഷേ വക്കീൽ വേഷം സുരേഷ് ഗോപിക്കാണ് ഏറ്റവും സൂപ്പർ എന്നൊക്കെ അങ്ങോട്ട് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ എല്ലാ ഇൻ്റർവ്യൂവിലും വന്ന് തൻ്റെ അച്ഛൻ സൂപ്പർ സ്റ്റാറാണെന്ന് ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരു നെപ്പോ കിഡും മലയാളത്തിലില്ല. അപ്പോൾ ദുൽഖറിൻ്റെയൊക്കെ എത്രയോ ഇൻ്റർവ്യൂസ് കണ്ടിട്ടില്ല. ദുൽഖർ എവിടെയെങ്കിലും വന്നിരുന്നിട്ട് മൈ ഫാദർ ഈസ് എ മെഗാസ്റ്റാർ അല്ലെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ എന്നൊന്നും പറഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യം പൊതുവേ അവർക്കില്ല. കാരണം ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യം. മമ്മൂക്ക ആരാണ്, ലാലേട്ടൻ ആരാണ്, സുരേഷ് ഗോപി ആരാണെന്നൊക്കെ മലയാളികൾക്ക് അറിയാം. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും പോലെ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ലൈം ലൈറ്റിൽ നിൽക്കുന്ന, മലയാളത്തിലെ മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും എന്ന് പറയുന്ന പോലെ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ആളല്ല. പണ്ട് കാലത്ത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം ആര് എന്നുള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരമായിരുന്നു സുരേഷ് ഗോപി. ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ ശരിക്കും ഫീൽഡ് ഔട്ടായിട്ട് കാലം കുറേയായി. ഇടയ്ക്ക് ഏതെങ്കിലും 1-2 സിനിമകൾ ചെയ്താലായി. അതിൽ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ പല എതിരഭിപ്രായങ്ങളും എല്ലാവർക്കും ഉണ്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പോലെ അങ്ങനെ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ളൊരു സൂപ്പർ സ്റ്റാറൊന്നും അല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മകൻ മനഃപൂർവ്വം അച്ഛൻ ഒരു സൂപ്പർ സ്റ്റാറാണ് എന്ന് പറഞ്ഞു നടക്കുന്നതിൻ്റെ കാര്യം. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ടൈറ്റിൽ പോലും സുരേഷ് ഗോപിക്ക് ഗരുഡൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ മുതലാണ് ഉപയോഗിച്ച് തുടങ്ങിയതെന്നാണ് തോന്നുന്നത്. ലാലേട്ടൻ്റെയും മമ്മൂട്ടിയുടെയും പോലെ ഇത്രയും കാലം പിടിച്ചു നിന്നിട്ടുള്ള ഇതൊന്നും പറയാൻ സുരേഷ് ഗോപിക്കില്ല. ഓൾറെഡി ഫീൽഡ് ഔട്ടായി പോയി, 2-3 തവണ റിട്ടേൺ വന്നു, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു നടനാണ്. എന്നിട്ട് ഈ മകൻ വന്നിട്ട് ഇങ്ങനെ എൻ്റെ അച്ഛൻ സൂപ്പർ സ്റ്റാറാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഓൾറെഡി പൊളിറ്റിക്സൊക്കെ കാരണം ആളുകൾ അത്യാവശ്യം വെറുത്തിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി. അപ്പോൾ ആ അച്ഛനോട് ആൾക്കാർക്കുള്ള ആ ഒരു അഭിപ്രായം കൂട്ടാനാണ് ഈ മകൻ്റെ വരവോടെ കൂടിയിട്ട് സാധിച്ചിട്ടുള്ളൂ. ഈ മകൻ വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള വേറൊരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ മൂത്ത മകനാണ് ഗോകുൽ സുരേഷ്. ഇവൻ്റെ ഈ വായ്ത്താളവും ഇവൻ്റെ വായട്ടടിയും ഇംഗ്ലീഷ് പറച്ചിലും ഒക്കെ കാരണം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെല്ലാവരും പറഞ്ഞു തുടങ്ങി, ഇവനെ വെച്ച് നോക്കുന്ന സമയത്ത് ഗോകുൽ സുരേഷ് എത്രയോ ഭേദമാണ്, ആ മകൻ എന്ത് നല്ല മകനാണ്, അവൻ്റെ വിനയം, അവൻ്റെ കുനയം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഗോകുൽ സുരേഷിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നന്നായി മോൻ ഇതുപോലെ ഒന്നും ചെയ്യാതിരുന്നത് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. എന്തായാലും ഗോകുൽ സുരേഷിന് നല്ല കാലമാണ്. ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നാലും ആളുകൾക്ക് ഗൂഗിളിനോടുള്ള സ്നേഹവും താല്പര്യവും കൂടി വരികയാണ്. ഈ മകനോട് നന്ദി പറയണം.